ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ചെങ്കരയിൽ നിന്നും ആനക്കുഴിയിലേക്കാണ്. ആനക്കുഴിയിലൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതിൻ്റെ പേരിലാണ് നമ്മളങ്ങോട്ട് യാത്ര തിരിച്ചത്. പക്ഷേ അവിടെ വെള്ളച്ചാട്ടം ഇല്ല എന്നാണ് നമ്മൾ അന്വേഷിച്ചവരെല്ലാം പറഞ്ഞത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, പോകുന്ന വഴിയിൽ നല്ല അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഒരുക്കി വച്ചിരിക്കുന്നത്. നമ്മൾ പോകുന്ന റോഡിൻ്റെ രണ്ട് സൈഡിലും തേയിലക്കാടുകളും മഞ്ഞും ചെറിയ ചാറ്റൽ മഴയൊക്കെ ആയിട്ട് അതിമനോഹരമായ ഒരു യാത്ര തന്നെയാണ് നമുക്ക് സമ്മാനിച്ചത്. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അവിടെ ഒരു പഴയ ഹോസ്പിറ്റലുണ്ടെന്ന് അവിടെയുള്ള നാട്ടുകാർ പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് യാത്ര തിരിച്ചു. ഈ പോകുന്ന വഴിയിലുള്ള പ്രകൃതി സൗന്ദര്യങ്ങളെല്ലാം നമ്മുടെ ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ടാണ് നമ്മൾ യാത്ര തിരിച്ചത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും അതിമനോഹരമാണ് നേരിട്ട് കാണുന്ന പ്രകൃതി സൗന്ദര്യമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ നമ്മൾ കുറച്ചും കൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ എത്തി. നമ്മളങ്ങനെ ഹോസ്പിറ്റലിൻ്റെ അകത്ത് കയറി അവിടെയുള്ള വിഷ്വൽസ് എല്ലാം പകർത്തി. ഇത് സായിപ്പിൻ്റെ കാലത്ത് പണിത ഹോസ്പിറ്റലാണെന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പോഴും ഹോസ്പിറ്റൽ വർക്കിംഗ് ആണ്. അതിമനോഹരമായ രീതിയിലാണ് ആ ഹോസ്പിറ്റലും അതിൻ്റെ ചുറ്റുവട്ടങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ അവിടെ നിന്നും നമ്മൾ വീണ്ടും യാത്ര തിരിച്ചു. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അവിടെ ഒരു ബംഗ്ലാവ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ ബംഗ്ലാവിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ അതായത് യാത്ര തിരിക്കുന്നതിന് മുമ്പ് നമ്മൾ അവിടുത്തെ ഹാരിസൺ എസ്റ്റേറ്റ് എന്നങ്ങാണ്ടാണ് പറഞ്ഞത്. അവിടുന്ന് ഒരു പാസ് മേടിച്ചാൽ നമുക്ക് ബംഗ്ലാവ് ഉള്ളിൽ കയറി കാണാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഏതൊക്കെയാലും പാസ് മേടിക്കാണെങ്കിൽ വീണ്ടും അവിടം വരെ യാത്ര ചെയ്ത് വീണ്ടും തിരിച്ചു വരിക എന്ന് പറയുന്നത് സമയം ഒരുപാട് വൈകിയതിനാൽ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് നമ്മുടെ കട്ടപ്പനയിലേക്ക് യാത്ര തിരിച്ചു. നിങ്ങൾ ഈ വഴി യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും. അതായത് ആ വഴി എനിക്ക് തോന്നുന്നു വണ്ടിപ്പെരിയാർ യാത്ര ചെയ്യാവുന്നതാണ്. വഴി അത്ര വീതി കൂടിയ വഴികളൊന്നുമല്ല, ചെറിയ വഴികളാണ്. എന്നിരുന്നാലും ഞാൻ വന്നത് എനിക്ക് നഷ്ടമായേ തോന്നിയില്ല. കാരണം അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. ഇപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. ഞാൻ പ്രകൃതിയെ വളരെയധികം സ്നേഹിക്കുന്നു, പ്രകൃതി സൗന്ദര്യത്തെ വളരെയധികം സ്നേഹിക്കുന്നു. പിന്നെ നമ്മൾ യാത്ര ചെയ്ത് വന്നു കഴിഞ്ഞപ്പം ഈ തേയില കൊളുന്ത് ശേഖരിക്കുന്ന ഒരു ഇതാണ് അവിടെ. 1959 നിർമ്മിച്ചതാണത്. അവിടെ ഡേറ്റ് അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു.